വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ സാധാ പോലത്തെ ഇങ്ങനത്തെ വീഡിയോ ഒന്നുമില്ല, ഗെയിമിംഗ് വീഡിയോ അല്ല. ഇപ്പം ഞാനൊരു എന്താണ് ഈ സാധനം നിങ്ങൾക്ക് എന്താണെന്ന് പറയുക ഗൈസ്. ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ല. ഇതാണ് ഗൈസ് പമ്പരം. ഓക്കെ, അപ്പോൾ ഈ പമ്പരം എന്താണ് എല്ലാവരും കളിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതാ ഈ നൂല് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കളിക്കുന്ന സാധനമാണ്. ഞാൻ പിന്നെ കുറേ ആഴ്ചയായി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത് ചുറ്റാണ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ മരത്തിൻ്റെ വേഷം ഉണ്ട് ഗൈസ്. മരത്തിൻ്റെയാണ് ശരിക്കത്തെ പണ്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം പുതിയതാണ് ഇതിൻ്റെ ഗൈസ്, പ്ലാസ്റ്റിക്കിൻ്റെ. ഇതേപോലെ റെഡ് കളറും ഉണ്ട്, ഗ്രീൻ കളർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ഒന്നും അറിയില്ല. മരത്തിൻ്റെ ഉണ്ട് ഗൈസ്. അപ്പോൾ വരും ഗൈസ്, ഞാൻ ചുറ്റാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഇപ്പം ഞാൻ അതിങ്ങനെ കെട്ടണ്ടെന്നാണ് പറഞ്ഞു തരുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കെട്ടേണ്ടത് വെച്ചാൽ ഗൈസ് ഇവിടെ ഒന്ന് വെക്കുക, ടൈറ്റായി പിടിക്കണം. തം ഫിംഗറും കൊണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സൊക്കെ ഇങ്ങനെ പിടിച്ചാൽ മതി. റൈറ്റ് ഹാൻഡേഴ്സ് പിന്നെ ഇങ്ങോട്ട് പിടിച്ചാൽ അല്ല തെറ്റിപ്പോയി. ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഈ കൈ വെച്ചിട്ട് റൈറ്റ് ഹാൻഡേഴ്സ് ഈ കൈ പിടിക്കണം. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട്, ഞാൻ ഇപ്പോൾ റൈറ്റ് ഹാൻഡറാണ്, അത് കാരണം ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇവിടെ വയ്ക്കുക. ഇവിടെ നിന്ന് ചുറ്റാൻ കിട്ടും ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല ടൈറ്റായി പോകണം ഗൈസ്. പക്ഷെ നല്ല ടൈറ്റ് ആക്കാൻ പാടില്ല, നല്ല ലൂസാക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ കെട്ടണം ഗൈസ്. അതേപോലെ ചുറ്റാം, ഇങ്ങനെയും ചുറ്റാം. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ചുറ്റാൻ കിട്ടും ഗൈസ്. സാധാ പോലെ തന്നെ പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് തുറഞ്ഞ ഗൈസ്, ഇവിടെ കണ്ടോ, ഇതാ ഇവിടെ നിന്ന് തുറന്നു. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി പോയി ഇതാ ഇവിടേക്ക് ചുറ്റാം. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവാണ്ട് നോക്കണം ഗൈസ്. ഗ്യാപ്പ് ഉണ്ടായിരുന്നാൽ പിന്നെ അതങ്ങനെ അഴിഞ്ഞു വരും, പിന്നെ കറക്റ്റായി ചുറ്റാൻ കിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ അതിങ്ങനെയാണ് ഗൈസ്. അങ്ങനെ മേലേക്ക് ചുറ്റിയിട്ട് ഒരു മീഡിയം ലെവലിൽ ചുറ്റണം ഗൈസ്. ഇനി ഈസിയായി പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് ഇത് നോക്കിയിട്ട് പിടിക്കാം. എന്നിട്ട് ഈ കൈ വയ്ക്കുക. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ വേണമെങ്കിൽ ഈ ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് ഈ കൈ വെച്ചിട്ട് പിടിച്ചിട്ട് അറിയാം. ഞാൻ ഇപ്പോൾ റൈറ്റ് ഹാൻഡേഴ്സാണ്, കറക്റ്റ് അറിയില്ല ഗൈസ്. ലെഫ്റ്റ് ഹാൻഡിൽ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതാ ഈ ഫിംഗർ കണ്ടോ ഗൈസ്, ഇതാ ഇതിൻ്റെ നടുവിൽ ഇതിങ്ങനെ കയറ്റിയിട്ട് പിന്നാലെ ഒരു നോട്ട് ഇടണം ഗൈസ്. എന്നാലും പിടിക്കുമ്പോൾ കറക്റ്റ് അങ്ങനെ പോവാണ്ടിരിക്കുള്ളൂ. ഇത് കണ്ടോ ഗൈസ്, നോട്ട് ഇടുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ അടപ്പില്ല, അതിൽ ഓട്ടയിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് വെക്കാം ഗൈസ്. അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ എനിക്കിങ്ങനെ ചെയ്യാൻ കിട്ടില്ല, അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്തു ഗൈസ്. എന്നിട്ട് ഇതാ ഈ രണ്ട് വിരൽ ഈ രണ്ട് വിരൽ ഇങ്ങനെ ഇതിലേക്ക് ആക്കുക. അതുകൊണ്ട് ഗൈസ് ഈ രണ്ട് ഇത് രണ്ടും ഞാൻ മടക്കിയ രണ്ടും അത് രണ്ടും ഇതിലേക്ക് അങ്ങനെ പിടിക്കുക. ഇതാ ഗൈസ് നോക്കോ, ഇതാ ഇത് രണ്ടും പിടിക്കുക. ഇതാ ഇവിടെ ഇതിങ്ങനെ വരണം. എന്നിട്ട് ഈ വിരലും കൊണ്ട് ഇവിടെ പിടിക്കുക, ഈ വിരലും കൊണ്ട് ഇവിടെ പിടിക്കുക. അപ്പം ഇങ്ങനെയാണ് ഗൈസ് പിടിക്കേണ്ടത്. ഇനി എറിയേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഗൈസ് എറിയേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാമാണ്. നിങ്ങളിങ്ങനെ പിടിച്ചിട്ടുണ്ടാവില്ല ഗൈസ്, അപ്പോഴേ പറഞ്ഞ പോലെ ഇതാ ഇതിവിടെ ഇതിങ്ങനെ പിടിക്കണം ഗൈസ്. അതുപോലെ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക ഗൈസ്. ഇങ്ങനെ പിടിച്ചിട്ട് എറിയുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഈ രണ്ട് വിരൽ മാത്രം എടുത്തിട്ട് കയറ് വലിക്കണം, എന്നാലേ വരുള്ളൂ ഗൈസ്. എനിക്ക് വീഡിയോ ഇപ്പോൾ സ്ലോ മോഷൻ ആക്കാൻ അറിയില്ല. നിങ്ങൾക്ക് സ്ലോ മോഷൻ ആക്കിയെങ്കിൽ സ്ലോ മോഷൻ ആക്കിയിട്ട് എറിയേണ്ട എങ്ങനെയാണെന്ന് മെല്ലെ നോക്കുള്ളൂ ഗൈസ്. എനിക്ക് വീഡിയോ സ്ലോ മോഷൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ അതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഈ രണ്ട് വിരലും വിട്ടിട്ട് കയറ് വലിക്കുക. നോക്കിക്കോളൂ ഗൈസ്, ഞാൻ സ്പീഡിലാണ് ചെയ്യുക. നിങ്ങൾ സ്ലോ മോഷൻ ആക്കിയിട്ട് 2.5 സ്പീഡിൽ നോക്കിയിട്ട് ചെയ്യും ഗൈസ്. ഓക്കെ, ഗൈസ് പമ്പര അങ്ങോട്ട് പോയി ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതാ ഗൈസ് ചുറ്റുന്നത് കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ട് തോന്നുന്നു ഗൈസ്. നിങ്ങൾക്ക് ഗൈസ് ഒക്കെ പോയി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു ഒന്നും അറിയില്ല, ഞാൻ വീഡിയോ ചെക്ക് ചെയ്തിട്ട് പിന്നെയും വരാം ഗൈസ്. ഗൈസ് അപ്പോൾ അപ്പോഴേ കറക്റ്റ് കണ്ടിട്ടുണ്ടാവില്ല ഗൈസ്, നിങ്ങൾ കുറച്ചേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് കാണിക്കാം ഗൈസ്. ബാക്ക് ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ട് ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കാണും തോന്നുന്നു. ഇവിടെ വന്ന് കറക്റ്റ് ഇവിടെ വന്ന് വീണാൽ നിങ്ങൾക്ക് കാണാം ഗൈസ്. അല്ല അങ്ങോട്ട് അവിടേക്ക് പോയാൽ ഞാൻ ഫോൺ എടുത്തിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് എറിയുമ്പോൾ ഇങ്ങനെ ആക്കുക.
ഈ 2 ഫിംഗറും കൂടെ ഇതും ഇട്ടിട്ട് ഇങ്ങനെ കയറ് വലിക്കണം. ഇതൊക്കെ ഇങ്ങനെ വലിക്കണം, ഈ കയർ ഫുള്ള്. ഗൈസ് ഞാൻ ഇവിടെ മാറ്റിയിട്ട് ഇവിടേക്ക് നോക്കട്ടെ. പമ്പരം ചുറ്റുന്നതപ്പോൾ അങ്ങനെ കയറ് വലിച്ചു വരുമ്പോൾ എൻ്റെ ഇതിൽ ഇങ്ങനെ ചുറ്റിയാണ് ഗൈസ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യും ഗൈസ്, കുറേ നേരം പ്രാക്ടീസ് ചെയ്യും, നല്ല കിട്ടുള്ളൂ ഗൈസ്. എനിക്ക് സ്ലോ മോഷൻ ആക്കാൻ കിട്ടില്ല ആ പാർട്ട്. അപ്പോൾ നിങ്ങൾ സ്ലോ മോഷൻ ആക്കി കാണുക ഗൈസ്. അപ്പോൾ ബൈ, പിന്നെ അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ് ഒരു കാര്യം കൂടി പറയാൻ മറന്നു. എൻ്റെ വെക്കേഷൻ സ്റ്റാർട്ടായി ഗൈസ്. സ്കൂൾ കഴിഞ്ഞു, 4th കഴിഞ്ഞു, ഫുള്ള് അടുത്ത വർഷം 5th ഗൈസ്. അപ്പോൾ ഫുള്ള് വെക്കേഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ വെക്കേഷന് എല്ലാ ദിവസവും വീഡിയോ ഇടായിരിക്കും ഗൈസ്. ചിലപ്പോൾ വീഡിയോ ഇടാൻ കിട്ടില്ല ഗൈസ്. ബൈ.